അങ്ങനെ ഭാവന മഹേന്ദ്ര ശർമ്മയോട് പറയുന്നുണ്ട്, മാനസയെ ഞങ്ങൾക്ക് ഒരാൾക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത്, എങ്കിൽ നീ ഇവിടെ നിൽക്കേണ്ടി വരും. നിന്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരായിട്ട് ഞങ്ങൾ നശിപ്പിക്കും. നിനക്ക് ഈ മഹേന്ദ്ര ശർമ്മ ആരാണെന്ന് അറിയില്ല എന്ന് പറയാൻ ട്ടോ. അപ്പോൾ ഭാവന പറയുന്നത്, നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ചു വെച്ചാൽ നിങ്ങളെ മകനെ കിട്ടുമെങ്കിൽ ആയിക്കോ. പക്ഷെ ഞാനൊരു അമ്മയാകാൻ പോകുന്ന സ്ത്രീയാണ്. എന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട്. അതിന്റെ സുരക്ഷിതത്വം എനിക്ക് ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന മോഹിനി ശർമ്മ പറയുന്നുണ്ട്, ഓഹോ, നീ നിന്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും അല്ലേ? നിന്റെ കുഞ്ഞ് ഈ ഭൂമി കണ്ടിട്ടില്ല. ഇനി അതിന് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഞങ്ങൾ 26 വർഷം ആറ്റുനോറ്റി വളർത്തിയ ഞങ്ങളെ മകന് ഒരു വിലയുമില്ലേ? എല്ലാ രക്ഷകർത്താക്കളുടെ ലോകവും സ്വന്തം മക്കളെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. സ്വന്തം ലോകത്തിന്റെ വിസ്തൃതി കുറച്ചിട്ടാണ് അവർ മക്കളുടെ ലോകത്തിന്റെ വിസ്തൃതി കൂട്ടുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളെ മകനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കണ്ടേ? ഇങ്ങനെയൊക്കെ കരഞ്ഞുകൊണ്ട് അവർ പറയാണ്. ഭാവന പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങൾ തിരഞ്ഞെടുത്ത വഴി ശരിയല്ല. നിങ്ങൾ അന്വേഷിക്കേണ്ട യഥാർത്ഥ റൂട്ട് ഇവിടെയല്ല. എനിക്ക് നിങ്ങളെ മകനെ അറിയില്ല. അവൻ എവിടെയുണ്ടെങ്കിലും അവനെ കണ്ടുപിടിച്ചു തരേണ്ടത് ഇപ്പോൾ എന്റെയും കൂടി ഉത്തരവാദിത്തമാണ്. പക്ഷെ ഇപ്പോൾ അവൻ എവിടെയുള്ളതെന്ന് എനിക്കറിയില്ല. മാനസിക്ക് അറിയാമെങ്കിൽ ഞാൻ അവളോട് ചോദിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് എന്റെ ഉറപ്പാണ് എന്ന് ഭാവന പറയാൻ. അപ്പോൾ മോഹിനി ശർമ്മയും മഹേന്ദ്ര ശർമ്മയും ഒന്ന് ആലോചിക്കുന്നുണ്ട്. അതേസമയം മണി ശർമ്മയാകട്ടെ, നീ പറയുന്നതൊന്നും വിശ്വസിക്കാൻ ഞങ്ങൾക്കാവില്ല. ഒരു കാര്യവുമില്ലാതെ നിങ്ങൾ എന്തിനാണ് മാനസിയെ സംരക്ഷിക്കുന്നത്? അതിനർത്ഥം നിങ്ങൾക്കെന്തോ ഒളിക്കാനുണ്ട് എന്നതാണ്. ഇത് കേൾക്കും ഭാവനയ്ക്ക് ദേഷ്യം വരികയാണ്. നിങ്ങളാണ് ഇവരെ വഴിതെറ്റിക്കുന്നത്. നിങ്ങൾ പറയുന്നതൊക്കെ ഇവർ കണ്ണടച്ചും വിശ്വസിക്കുകയാണ്. മാനസയുടെ അച്ഛനും അമ്മയും എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്റെ ആദ്യത്തെ കുഞ്ഞിനെ നശിപ്പിച്ചവരാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭാവന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് അവരെ നിങ്ങൾ ആ വീട്ടിൽ നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവര്. നീ പറയുന്നത് പച്ചക്കള്ളമാണ്. നീ ഇവരുടെ മുന്നിൽ അഭിനയിക്കുകയാണ് എന്നൊക്കെ മണി ശർമ്മ പറയും. ഭാവന പറയും, ഞാൻ ആരുടെ മുന്നിലും അഭിനയിച്ചിട്ടില്ല. പക്ഷെ അഭിനയിക്കുന്നവരെ കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം. നിങ്ങളാണ് ഇപ്പോൾ ഇവരുടെ മുന്നിൽ അഭിനയിക്കുന്നത്. എന്നിട്ട് അവൾ മോഹിനി ശർമ്മയെ നോക്കി പറയുന്നുണ്ട്, നമ്മളോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിക്കുന്നവർക്കാണ് നമ്മളെ ഏറ്റവും കൂടുതൽ തകർക്കാനും തളർത്താനും വഞ്ചിക്കാനും കഴിയുന്നത്. നിങ്ങളെ ഇയാൾ പറ്റിക്കുകയാണ്. ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. അവർ എന്നോട് അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപ കൊണ്ട് എനിക്കിപ്പോൾ രണ്ടാമതൊരു അമ്മയാകാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ എന്റെ വീട്ടിലാണ് കഴിയുന്നത് എന്നൊക്കെ ഭാവന പറയാൻ ട്ടോ. നിങ്ങൾക്ക് സത്യമാണ് അറിയേണ്ടതെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണം. സുനിൽ എവിടെയാണ് ഉള്ളതെന്ന് ഞാൻ കണ്ടുപിടിച്ചു തരാം. ഇത് കേൾക്കുമ്പോൾ അവർക്കൊക്കെ സന്തോഷാവുന്നുണ്ട്. അതേസമയം മണി ശർമ്മ പറയുന്നുണ്ട്, നീ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണ്. നീ ഇവിടെ നിന്നും ജീവനോടെ പോകില്ല. ഇന്ത്യ വയറ്റിൽ വളരുന്ന കുഞ്ഞ് പുറത്തു വരില്ല എന്നൊക്കെ പറയാം. എല്ലാം കേൾക്കുമ്പോൾ ഭാവനയ്ക്ക് ദേഷ്യം വരികയാണ്. അവൾ വന്ന് മണി ശർമ്മയുടെ മുഖത്തടിക്കുന്നുണ്ട്. തിരിച്ചടിക്കാൻ വേണ്ടി അദ്ദേഹം കൈ ഉയർത്തിയെങ്കിൽ മോഹിനി ശർമ്മ തടയാൻ ട്ടോ. വേണ്ട, അവൾ ഇപ്പോൾ ഒരു അമ്മയാകാൻ പോകുന്ന സ്ത്രീയാണ്. ഇവൾ പറയുന്നത് നമുക്കിപ്പോൾ വിശ്വസിക്കും. ഇവൾ ഇപ്പോൾ പോകട്ടെ. നമ്മൾ ഏതറ്റം വരെ പോകുമെന്ന് ഇവൾക്ക് നന്നായിട്ട് അറിയാം. ഇനി ഇവൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഭാവന പറയുന്നത്, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾക്കൊപ്പം ആദ്യം നിൽക്കുന്നത് ഞാനായിരിക്കും. അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നത്, ശരി, നീ പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി ഞങ്ങൾക്കെതിരെ തിരിയാനാണ് നിന്റെ ഭാവമെങ്കിൽ നീ പറഞ്ഞു തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ മകന് വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിൽ ഞങ്ങൾ പോകും. അങ്ങനെ ഭാവന അവിടെ നിന്നും ഇറങ്ങാൻ ട്ടോ. പിന്നീട് കാണിക്കുന്നത് ഭാവന ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് മടങ്ങാണ്. ആ സമയത്ത് അവൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അന്ന് മാനസി ആദ്യമായിട്ട് കണ്ട് അവൾ ആക്സിഡന്റ് ആയി കിടന്ന സമയത്തുണ്ടായ കാര്യങ്ങളും പിന്നീട് സൂര്യയുമായിട്ടുള്ള വിവാഹവും ശേഷം അവൾ ആദ്യം പ്രഗ്നന്റ് ആയ ടൈം എണ്ണയിൽ കാൽ തട്ടി വഴുതി വീണത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിങ്ങനെ യാത്ര ചെയ്യാൻ. അതിനിടയ്ക്ക് അവൾക്ക് എന്തൊക്കെ അസ്വസ്ഥതയും ബുദ്ധിമുട്ട് വരികയാണ്. അങ്ങനെ ബോധം പോയി ആ സീറ്റിൽ വീഴുകയാണ്. ഒത്തിരി ദൂരം ഓട്ടോ പോയതിനു ശേഷം ഡ്രൈവർ, മാഡം എങ്ങോട്ടാണ് പോവേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. റിപ്ലൈ ഇല്ലാത്തതുകൊണ്ട് പിന്നിലേക്ക് നോക്കിയതാണ്. അപ്പോഴാണ് ഭാവന വീണ് കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ അദ്ദേഹം സൈഡാക്കിയതിനു ശേഷം ഭാവനയെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവൾ മിണ്ടുന്നില്ല. അങ്ങനെ അദ്ദേഹം ഉടൻ തന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ശേഷം കാണിക്കുന്നത് ഭാവന ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ്. ഡോക്ടർ വന്ന് പരിശോധിക്കുന്നുണ്ട്, ട്രിപ്പ് ഇടുന്നുണ്ട്. പിന്നീട് ഭാവനയെ മെല്ലെ വിളിക്കുന്നുണ്ട്. അങ്ങനെ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കാം. ഭാവനയ്ക്ക് ഒന്നും കറക്റ്റായിട്ട് ഓർമ്മയില്ല എന്ന് പറയുന്നു. ഒരു ഓട്ടോയിൽ കയറിയത് മാത്രം ഓർമ്മയുണ്ട്. പിന്നീട് ഓട്ടോക്കാരൻ ഇവിടെ എത്തിച്ചതൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. പിന്നീട് ഭാവനയോട് എങ്ങനെയുണ്ട് എനിക്ക് ചോദിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല എന്ന് അവൾ പറയുന്നുണ്ട്. ശേഷം സൂര്യയുടെ നമ്പർ സിസ്റ്ററിന് കൊടുത്തിട്ട് ആ നമ്പറിലേക്ക് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് പറയാണ്. അതേസമയം സൂര്യയും അജിത് സാറും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് അവർക്ക് കിട്ടിയ ആ ബോംബെ നമ്പർ വീണ്ടും റിങ് ചെയ്തു. പക്ഷേ അല്പസമയം കഴിഞ്ഞ് കട്ടായി. അത് ദുബായിലുള്ള ആർക്കുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. മിക്കവാറും അത് അജയൻ അങ്കിൾ തന്നെയായിരിക്കും. അദ്ദേഹത്തിനാണ് ദുബായുമായിട്ടൊക്കെ നല്ല കണക്ഷൻ ഉള്ളത്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ പൊക്കിയാൽ ബാക്കി കാര്യങ്ങൾ അറിയാം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക. അതിനിടക്കാണ് കേട്ടോ സൂര്യയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അത് ഹോസ്പിറ്റലിൽ നിന്നും ഒരു നഴ്സാണെന്നും ഭാവനയെ ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് ഇവരൊക്കെ പറയാണ്. നിങ്ങളുടെ നമ്പർ ഭാവന തന്നെയാണ് തന്നത്. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തണം എന്നും പറയാൻ ട്ടോ. ഇത് കേൾക്കുമ്പോൾ സൂര്യക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ അവൻ ഫോൺ വെച്ചതിന് ശേഷം അജിത് സാറോട് കാര്യം പറയാണ്. ശേഷം രണ്ടുപേരും കൂടിയും ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുകയാണ് ട്ടോ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. അവർ പെട്ടെന്ന് തന്നെ വേഗത്തിൽ ഡോക്ടറുടെ റൂമിലേക്ക് ഓടിക്കയറുന്നുണ്ട്. അങ്ങനെ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഭാവന എവിടെ, എന്താ സംഭവിച്ചത് എന്ന്.
കൂടുതലായിട്ട് ഒന്നും അറിയില്ല, അവൾക്കൊന്നും ബോധമില്ല, ഒന്നും പറയാൻ അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഒരു ഓട്ടോക്കാരനാണ് ഇവിടെ എത്തിച്ചത് എന്ന് പറയുന്നുണ്ട് ട്ടോ. അങ്ങനെ എവിടെയാണ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ എമർജൻസി വിഭാഗത്തിലാണ് എന്ന് പറയാണ്. പിന്നീട് അജിത് സാറും സൂര്യയും കൂടി അവിടേക്ക് എത്തുകയാണ് ട്ടോ. ആ സമയത്ത് ഭാവന നല്ല ഉറക്കത്തിലായിരുന്നു. സൂര്യ പതിയെ ചെന്ന് ഭാവന ഭാവന എന്ന് വിളിക്കുമ്പോൾ ഭാവനയ്ക്ക് ബോധം തെളിയാണ് ട്ടോ. അങ്ങനെ അവൻ സൂര്യയെ കാണുന്നുണ്ട്. എവിടെയായിരുന്നു ഭാവന നീ? എന്താ നിനക്ക് പറ്റിയത്? നീ എങ്ങനെ ഇവിടെ എത്തിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ട്ടോ. അതേസമയം ഭാവന ആകെ ടെൻഷൻ ആവാണ്. സത്യം പറയാൻ വയ്യല്ലോ, ഉള്ളത് പറഞ്ഞാൽ പിന്നീട് ആകെ പ്രശ്നമാകുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൾ പറയുന്നുണ്ട്, എനിക്കറിയില്ല സൂര്യ, എനിക്കൊരു ബോധവും ഇല്ലായിരുന്നു, തലക്കൊക്കെ ഭയങ്കര വേദന, ഒന്നും ഓർമ്മ വരുന്നില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ അജിത് സർ പറയുന്നുണ്ട്, എന്തായാലും ഭാവന റെസ്റ്റ് എടുക്കട്ടെ, അല്പസമയം കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം, ഞാൻ പുറത്ത് നിൽക്കാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവാൻ ട്ടോ. അങ്ങനെ അജിത് സർ ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ റൂമിലേക്ക് പോവാൻ. ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ആരാണ് ഭാവനയെ ഇവിടെ എത്തിച്ചത്? ഒരു ഓട്ടോക്കാരനാണ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം എവിടെയുള്ള ആളാണ്, നമ്പർ വല്ല ഡീറ്റെയിൽസും ഉണ്ടോ എന്ന് ചോദിക്കാൻ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, പിന്നെ ഇല്ല, ഇങ്ങനെ ഒരു കേസൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് വെക്കുമല്ലോ, അദ്ദേഹത്തിന്റെ നമ്പറും ഓട്ടോന്റെ ഡീറ്റെയിൽസും മൊത്തം എന്റെ കയ്യിലുണ്ട് എന്ന് പറയാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ ഞാൻ എവിടെ വേണമെങ്കിലും വരാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ ട്ടോ. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡോക്ടർ അജിത് സാറിന് കൈമാറാണ്. അങ്ങനെ അദ്ദേഹം താങ്ക്സ് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങാൻ ട്ടോ. പിന്നീട് സൂര്യ ഭാവനയോട് ചോദിക്കുന്നുണ്ട്, ആരാ ഭാവന നീ തട്ടിക്കൊണ്ടുപോയി? അപ്പോൾ ഭാവന മനസ്സിൽ വിചാരിക്കുന്നു, അപ്പൊ എല്ലാ കാര്യങ്ങളും സൂര്യ അറിഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ CC ക്യാമറ പരിശോധിച്ചിരുന്നു, അതിലാണ് ഒരു കാറിൽ നിന്നും നിന്നെ അപ്പുറത്ത് മറ്റൊരു കാറിലേക്ക് കയറ്റിക്കൊണ്ടു പോകുന്നത് കണ്ടത്, ആരാണ് അവർ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭാവന പറയുന്നത്, എനിക്കറിയില്ല സൂര്യ, അവരാരാണെന്ന് ഞാൻ കണ്ടിട്ടില്ല, എന്നെ തട്ടിക്കൊണ്ടുപോയ കുറച്ച് ഗുണ്ടകളെ ഞാൻ കണ്ടു, അവർ പറഞ്ഞത് ആള് മാറി തട്ടിക്കൊണ്ടുപോയതാണെന്ന്, അവൾക്ക് ആറ് മാറിയതാണ് സൂര്യ എന്ന് പറയാൻ. സൂര്യ പറയുന്നത്, എന്തോ എനിക്ക് വിശ്വസിക്കാനാവുന്നു, നീ പറഞ്ഞതൊക്കെ പരസ്പരം ഒരു ബന്ധമില്ലാതെയാണ്, നീ നന്നായിട്ട് എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഭാവന, പക്ഷെ ഒന്നിനും ഒരു വ്യക്തത കിട്ടുന്നില്ല, തന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കതിന് കഴിയുകയുള്ളൂ. അപ്പോൾ ഭാവന പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ സൂര്യ, അവൾക്ക് ആട് മാറിയതാണ്, അവർ എന്നെയല്ല ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, അവർ എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ പറയാൻ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, എനിക്കിത് വിശ്വസിക്കാനാകുന്നില്ല, ഒന്നുകിൽ താൻ ആരെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞാൽ കൂടുതൽ കുഴപ്പമാകുമെന്ന് നീ ഭയക്കുന്നു, ഇത് രണ്ട് എന്തോ ഒന്നാണ് നിന്നെ ഇപ്പോൾ അലട്ടുന്നത്. ഇത് കേൾക്കുമ്പോൾ ഭാവന ആകെ ഷോക്കാവും. എത്ര കറക്റ്റ് ആയിട്ടാണ് സൂര്യ ഈ കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത്. ഈശ്വര, ഞാൻ എങ്ങനെ സൂര്യയോട് ഇത് പറയും, അത് പറഞ്ഞാൽ കൂടുതൽ പ്രശ്നമാകുമല്ലോ എന്നൊക്കെ അവൾ ആലോചിക്കാൻ ട്ടോ. അവളുടെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന സൂര്യ ചോദിക്കുന്നുണ്ട്, എന്താണ് ഭാവന നീ ഇപ്പോൾ ആലോചിക്കുന്നത്? ഒന്നുമില്ല സൂര്യ, ഞാൻ എന്നെ തട്ടിക്കൊണ്ടുപോയത് ആരായിരിക്കും എന്നൊക്കെ ആലോചിക്കുകയാണ് എന്ന് പറയാൻ ട്ടോ. അപ്പോൾ സൂര്യ പറയുന്നത്, അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്, അവർ നിന്നെ ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ ആള് മാറിയിട്ടാണ് ഇത് ചെയ്തതെങ്കിലും എന്തായാലും നമുക്കതിൽ നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഇതെന്താ നിസ്സാരപ്പെട്ട കാര്യമാണോ എന്നൊക്കെ പറയാൻ. വീണ്ടും ഭാവന പറയുന്നത്, സൂര്യ ഇനി അതിന്റെ പിന്നാലെ പോവാൻ, അവർ എന്നെ വെറുതെ വിട്ടില്ലേ, അത് തന്നെ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണ്, ഇനി വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാം, നമ്മുടെ കുഞ്ഞിനും ഒരു കുഴപ്പവുമില്ല, നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം സൂര്യ, വേറെ അബദ്ധങ്ങളിലൊന്നും ചെന്ന് ചാടണ്ട എന്നൊക്കെ പറഞ്ഞ് സൂര്യ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാൻ ട്ടോ. പക്ഷേ സൂര്യ ആകട്ടെ ആകെ അസ്വസ്ഥയാണ്. തൽക്കാലം ഭാവന നീ റെസ്റ്റ് എടുക്ക്, ഈ ട്രിപ്പ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം, എന്തായാലും ഞാൻ സേതുവേട്ടനെയും അച്ഛനെയും എല്ലാവരെയും വിളിച്ച് വിവരം അറിയിക്കാം, എല്ലാവരും നല്ല സങ്കടത്തിലാണ് എന്നെ കാണാത്തതിന്റെ പേരിൽ എന്ന് പറയാൻ ട്ടോ. അങ്ങനെ ഓക്കെ സൂര്യ എന്ന് പറഞ്ഞ് ഭാവന തിരിഞ്ഞു കിടക്കുക. അവളുടെ മനസ്സിൽ ആകെ അസ്വസ്ഥയാണ്. ഈശ്വര, സൂര്യയോട് ഞാൻ ഇത്ര നാളായിട്ടും ഒരു കള്ളം പറഞ്ഞിട്ട് ഇതിപ്പോൾ ആകെ പ്രശ്നമാകുമോ എന്നാണ് എന്റെ പേടി എന്നൊക്കെ പറയാൻ ട്ടോ. അങ്ങനെ പുറത്തു പോയതിനു ശേഷം സൂര്യ സേതുവിനെ വിളിച്ച് പറയുന്നു, സേതുവേട്ട ഭാവനയെ കിട്ടിയിട്ടുണ്ട്, അവൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് എന്ന് പറയാണ്, എത്രയും പെട്ടെന്ന് തന്നെ ആന്റിയെ വിളിച്ച് വിവരം അറിയിക്കണം. ഇത് കേൾക്കുന്ന സേതുവിന് സന്തോഷമാവുകയാണ്. ഏത് ഹോസ്പിറ്റലിന് സൂര്യ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ തിരക്കുന്നുണ്ട്. എല്ലാം പറയാം സേതുവേട്ട എന്ന് പറയാണ് അവൻ. പിന്നീട് സൂര്യ ദേവനെ വിളിക്കുകയാണ്. അങ്ങനെ ദേവനോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവർക്കും ഒത്തിരി സന്തോഷമാവുക. മോനെ സൂര്യ, ഭാവനയെ ആരാണ് തട്ടിക്കൊണ്ട് പോയത് എന്ന് അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അറിയില്ല അച്ഛ, ആള് മാറിയതാണ് എന്നാണ് അവൾ പറഞ്ഞത്, അവൾ ആളെ കണ്ടിട്ടില്ല, ഒരു കുഴപ്പവും അവൾക്ക് ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഒരു ഓട്ടോക്കാരാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നും ഡോക്ടർ പറഞ്ഞു എന്ന് പറയാം. കൂടുതൽ കാര്യങ്ങളൊന്നും ഭാവനക്കും ഒന്നും ഞങ്ങൾക്കും അറിയാൻ സാധിച്ചിട്ടില്ല, അജിത് സാർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയാൻ ട്ടോ. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് അച്ഛ, ഭാവന എന്തോ ഒന്ന് മറക്കുന്നുണ്ട്, ഒന്നുകിൽ അവൾ ആരെയോ പേടിച്ചിരുന്നുണ്ട്, അവർ ഒരു പക്ഷെ അവളെ ഭീഷണിപ്പെടുത്തിയിരിക്കും എന്ന കാര്യത്തിൽ ഒന്നും ഒരു വ്യക്തതയില്ല, പക്ഷെ അവളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയത് അച്ഛ എന്ന് പറയുന്നുണ്ട്. ദേവൻ പറയുന്നുണ്ട്, ഒരു പക്ഷെ അങ്ങനെ അല്ലാതെ അവൾ ഇങ്ങനെ ഒന്നും മറച്ചു വെക്കില്ലല്ലോ, എന്തായാലും ഇപ്പോൾ അവൾ റെസ്റ്റ് എടുക്കട്ടെ, എല്ലാം മാറിയതിനു ശേഷം നമുക്ക് അവളോട് വിശദമായിട്ട് സംസാരിക്കാം എന്ന് പറയാൻ ട്ടോ. ഞാനും ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയുന്നുണ്ട് ദേവൻ. പിന്നീട് ദേവൻ ഫോൺ വെച്ചതിന് ശേഷം ജയോടൊക്കെ പറയുന്നുണ്ട്, ഭാവനയെ സൂര്യക്ക് കിട്ടിയിട്ടുണ്ട്, അവൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, ആകെ അവശ നിലയിലാണ് എന്നൊക്കെ അറിയാൻ സാധിച്ചു, പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു പോറൽ പോലും അവൾ കേട്ടിട്ടില്ല, ഇത് ചെയ്തവർ ആരായാലും വെറുതെ വിടില്ല, സത്യങ്ങളെല്ലാം ഇനി തെളിയാൻ പോകുന്നതേ ഉള്ളൂ, പിന്നിലുള്ളവരിലൊക്കെ ഉടൻ തന്നെ പോലീസ് പൊക്കും, കാത്തിരുന്നോ എല്ലാവരും എന്ന് പറഞ്ഞ് ദേവൻ അവിടെ നിന്ന് പോവാൻ ട്ടോ. ശേഷം ജയ അജയനെയും പ്രസീതയെയും ഒന്ന് മാറി മാറി നോക്കുന്നുണ്ട്, അവരും വല്ലാതെ ആവുന്നുണ്ട് ട്ടോ. എന്നിട്ട് അവൾ അകത്തേക്ക് പോകുന്നുണ്ട്. അതേസമയം അജയൻ പ്രസീതയെയും വിളിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോവാണ്ട്, പ്രസീത വാ, ഒരു കാര്യം പറയട്ടെ. അങ്ങനെ അവർ മാറി നിന്ന് സംസാരിക്കുകയാണ്. ഭാവന ഇപ്പോൾ സൂര്യയുടെ അടുത്ത് ഹോസ്പിറ്റലിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അങ്ങനെയെങ്കിൽ ആരായിരിക്കും ഇതിന്റെ പിന്നിൽ? അനിരുദ്ധനാണെങ്കിൽ അവനൊരു പക്ഷേ വിളിച്ച് നമ്മളോടെങ്കിലും ചോദിക്കില്ലേ അവളെ വിട്ടയക്കട്ടെ എന്ന്.
പക്ഷെ ഇതും അതിനുണ്ടായിട്ടില്ല. പിന്നെ ശരിക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? പ്രസീതെ, ഒരു കാര്യം ഉറപ്പാണ്, നമ്മളല്ലാതെ ഇവളുടെ പിന്നിൽ ആരോ ഒരാളുണ്ട്. എനിക്ക് എത്രയ്ക്ക് അങ്ങ് ആലോചിച്ചിട്ടും ഒരു പിടുത്തവുമില്ല എന്ന് പറയാൻ പ്രസീത പറയുന്നുണ്ട്. ഒരു പക്ഷേ അജയേട്ടൻ നേരത്തെ കോൾ ചെയ്തില്ലേ, അതിലെങ്ങാനും ആ അനിരുദ്ധിനെ വല്ല സംശയം തോന്നി അവനെ പോലീസ് പൊക്കിയില്ലേ, അതുകൊണ്ട് ഒരു പക്ഷേ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചതാണെങ്കിലോ എന്നൊക്കെ പറയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായാലും നമ്മളോട് ആലോചിക്കാതിരിക്കില്ല പ്രസീതെ എന്ന് പറയാൻ കേട്ടോ അജയ്. അതൊന്നുമല്ല പ്രസീതെ കാര്യം, നമ്മൾ അറിയാത്ത എന്തോ ഒന്ന് ഇതിന്റെ പിന്നിലുണ്ട്. അതെന്താണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം, എങ്കിലേ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. അന്ന് അനിരുദ്ധൻ പറഞ്ഞത് അവനൊന്നും അറിയില്ല, അവന് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ്. ഒരു പക്ഷേ നമുക്ക് മുൻപ് മറ്റാരോ ഇത് പ്ലാൻ ചെയ്തിരിക്കും. അത് നമ്മളെ പോലെ തന്നെ ഭാവനോട് ശത്രുതയുള്ള ആരെങ്കിലും ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതെ അജയേട്ട, എന്തായാലും നമുക്കത് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പ്രസീതയും പറയാൻ.